സോനു സൂദിൻ്റെ ഏറ്റവും പുതിയ പടം കണ്ടു, നമുക്ക് ഫറ്റ് ആക്ഷൻ ത്രില്ലർ പടമാണ്. ഇത് എൻ്റെ ഇവിടെ തിയേറ്ററിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് തിയേറ്ററിൽ നിന്ന് ഈ പടം കണ്ടിട്ടുണ്ടാവും. അപ്പോഴേ കാണണമെന്ന് വിചാരിച്ച് മൈൻഡ് സെറ്റൊക്കെ വെച്ച പടമാണ്. ഇപ്പോൾ ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ പടം എന്നെ സംബന്ധിച്ച് ഒരു വേറെ ലെവൽ ആക്ഷൻ പടമായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോളിവുഡിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു ആക്ഷൻ പടം. എനിക്ക് ഒരു കില്ലിൻ്റെ ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമായിരുന്നു പല സമയത്തും തോന്നി. അത്രയും എത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാതെ നീറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്നൊരു പടം. ആൻഡ് ഇതിൽ ആക്ഷൻ സെറ്റ് പീസസും ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ഇവർക്ക് കഥയിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കഥയെല്ലാം മെയിനായിട്ടെന്ന് നമുക്കറിയാം, പക്ഷേ ഈ സിനിമയിൽ കഥയാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആക്ഷൻ സെറ്റ് പീസസ് കുറച്ചും കൂടി നീട്ടായിരുന്നു പടത്തിൽ. ഉള്ള സാധനങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കൂടി ആക്ഷൻ നമുക്ക് വേണമായിരുന്നു. ആക്ഷൻ ബ്ലോക്കിനുള്ള കുറേ സ്ഥലങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. കാരണം ഇതൊരു 1.5 മണിക്കൂറിന് 2 മണിക്കൂറിനുള്ള 2-2.5 മണിക്കൂറുള്ള ഒരു പടമാണ്. സോ അത്രയും വലിയ ടൈം എടുത്ത് പറയുന്ന ഒരു പടത്തിൽ കുറേ കൂടി ആക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കിട്ടിയില്ല. എങ്കിലും കിട്ടിയ സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമ പറയുന്ന കഥ അധികം ചർച്ച ചെയ്യാത്ത ഒരു സൈബർ ക്രൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഒരു റോഗായിട്ടുള്ളൊരു പഴയ ഏജൻറ്റ് ആളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ചിലായിട്ട് ഊപ്പർ ഇറങ്ങിത്തിരിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പഴയ ലിയാം നെൽസൻ്റെ സിനിമകളില്ലേ, അതേ ഒരു ട്രാക്കിലുള്ള പടം തന്നെയാണ്. സോ കഥയൊക്കെ പ്രഡിക്റ്റബിളാണ്. അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആക്ഷൻ സീക്വൻസുകൾ ആളുടെ കയ്യിൽ നിന്നും ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ പ്രതീക്ഷിച്ചില്ല. പോരാത്തതിന് മൂപ്പരാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. സോ നല്ല പൊട്ടൻഷ്യലുള്ള ആക്ഷൻ സിനിമകൾ ഇനിയും മൂപ്പരുടെ കയ്യിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്കുള്ള ഒരു സൂചന ഈ സിനിമ തരുന്നുണ്ട്. സോ ആക്ഷൻ എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കഥ കുറച്ചിട്ട് ആക്ഷൻ കൂടി കുറച്ച് കൂട്ടായിരുന്നു എന്ന് തോന്നി മാത്രമേ പറയുള്ളൂ. എങ്കിലും ഒരു ഡീസൻറ്റ് വാച്ചാണ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലോട്ട് ബെറ്റർ. നമുക്കൊരു കിൽ റേഞ്ചിലേക്കോ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റ് വയലൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സിനിമകളുടെ ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ എത്തിപ്പെടേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും തോന്നിയില്ല. ഒരു ഓക്കെ വാച്ച്, എങ്കിലും മോശമൊന്നുമല്ല, ഡീസൻ്റ് ആയിട്ടുള്ള വാച്ച്. ഐ എക്സ്പെക്റ്റഡ് എ ലോട്ട് മോർ. സോ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യയിൽ നമുക്കിങ്ങനെ വളരെ ചുരുക്കം മാത്രമേ കിട്ടാറുള്ളൂ. ഒന്നാമത് സെൻസർ ബോർഡിൻ്റെ വിഷയം. ഞാൻ ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങളൊന്നും അധികം വർക്കാവാറില്ല. എല്ലാം തന്നെ ഒരുമാതിരി ഓവർ ദ ടോപ്പ് കാണിച്ച് അലമ്പാക്കാറാണ് സാധ്യത. പക്ഷേ ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക്കായി നല്ല എൻഗേജിങ് ആയിട്ടുള്ള മേക്കിങ്ങിൽ നന്നായി പിടിച്ചിട്ടുള്ളൊരു പടമാണ്. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.